എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹം ബ്രഹ്മാസ്മിയുടെ ഇന്ന് മൂന്നാമത്തെ സെഷനാണ് നടക്കുന്നത്. ഭഗവത്ഗീത പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന പരിപാടിയാണ് നമ്മുടെ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പായി സൗന്ദര്യലഹരിയെക്കുറിച്ചും അതേപോലെ തന്നെ ഭജഗോവിന്ദത്തെക്കുറിച്ചുമുള്ള അർത്ഥം പറഞ്ഞ് പഠിക്കാനുള്ള അവസരം ഇവിടെ ഉള്ള അംഗങ്ങൾക്കുണ്ടായി. അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവர்களോട് അകവഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ളൊരു പ്രചോദനമായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്, ഒപ്പം അഭിമാനവും. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കും തുടർന്നുള്ള സെഷനുമായി പ്രിയപ്പെട്ട ജയേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. നിമിത്തമാത്രേണ ഭവസഭ്യസാചിൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ പ്രാതും ലോകന്ധവതപശിഖാം താപപാപച്യമാനൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. മാധവോ മാധവോ വാചി മാധവോ മാധവോ ഹൃദി സ്മരന്തി സാധവോ സർവം സർവകാര്യേഷു മാധവം. മാധവോ മാധവോ വാചി മാധവോ മാധവോ ഹൃദി സ്മരന്തി സാധവ സർവേ സർവകാര്യേഷു മാധവം. ജയശങ്കര. അംബികേ നമഃ. നമ്മള് അർത്ഥമറിഞ്ഞ് ഉപാസന എന്ന രീതിയിൽ സൗന്ദര്യലഹരി പഠിക്കുകയുണ്ടായി. സൗന്ദര്യലഹരിക്ക് ശേഷം അർത്ഥമറിഞ്ഞുകൊണ്ട് ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ എങ്ങനെയാണ് ഉതകുന്നത് എന്ന് നമ്മൾ ഭജഗോവിന്ദത്തിലൂടെ മനസ്സിലാക്കി. അതിനുശേഷമാണ് ഭഗവത്ഗീത പഠനം നമ്മൾ തുടങ്ങിയത്. അത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ഉപക്രമണിക, ഭഗവത്ഗീതയ്ക്ക് ഒരു ഉപക്രമണികയിലൂടെയാണ് നാം ഇതിലോട്ട് എത്തിയത്. അപ്പോ ഗീതയ്ക്ക് 9 പ്രാർത്ഥനാ ശ്ലോകങ്ങളാണ് ഉള്ളത് എന്ന് നാം പറഞ്ഞു. അപ്പൊ ദിവസവും നിത്യേന നമുക്ക് ഒരു 3-4 ശ്ലോകം പഠിക്കാം. അപ്പൊ എന്തും തന്നെ ഗീത പഠിക്കുന്നയാള്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗീത പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി ആദ്യത്തെ ക്ലാസ്സിൽ. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 4 ഗീതാധ്യാനങ്ങളാണ് പഠിച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞ് 2 ക്ലാസ്സുകൾ ഞാൻ യാത്രയായിരുന്നു, എനിക്ക് പറ്റിയില്ല. ഇപ്പോഴും യാത്രയിലാണ്. അപ്പോൾ നമുക്ക് 9 ഗീതാധ്യാനങ്ങളിൽ 4 പഠിച്ചു. ഇന്ന് 5 കൂടെ പഠിക്കാം. അതിനുശേഷം പിന്നീട് 1-ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ 4 ശ്ലോകം നമ്മൾ പഠിച്ചത് ഞാൻ ഒന്ന് ചൊല്ലാം. നിങ്ങൾ എല്ലാവരും ചൊല്ലിക്കൊള്ളുക, മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ചൊല്ലുക. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഈ ഗീതാശ്ലോകങ്ങൾ പലരുടെയും കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ മലയാളത്തിൽ എഴുതി അയച്ചു തരാം. എൻ്റെ കയ്യിൽ സംസ്കൃത പുസ്തകമാണുള്ളത്, അത് മലയാളത്തിൽ ഞാൻ എഴുതി അത് അയച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ശ്ലോകം മുതലേ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം
അഷ്ടാദശാധ്യായിനീം അംഭത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. അപ്പൊ ഈ 9 ശ്ലോകങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം കാണാതെ, കേട്ടോ. ഞാൻ ഒന്നുകൂടെ ആ ശ്ലോകം ചൊല്ലാം. എല്ലാവരും ചൊല്ലിക്കോളൂ മ്യൂട്ട് ചെയ്തുകൊണ്ട്. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംഭത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമാം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതമഹത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതമഹത്. ഇത്രയും ഈ ശ്ലോകങ്ങളാണ്, ഈ 4 ശ്ലോകങ്ങളാണ് നമ്മൾ വാക്കുകളുടെ അർത്ഥവും അറിഞ്ഞ് വാക്യാർത്ഥവും യജ്ഞാർത്ഥവും ഒക്കെ അറിഞ്ഞ് പഠിച്ചത്. ഇനി ബാക്കി 5 ശ്ലോകങ്ങൾ ഏതാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോ ഇതിൽ തുടങ്ങുന്നത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇത് നോക്കൂ, വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവസുതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വസു എന്ന് പറഞ്ഞാൽ അഷ്ടവസുക്കളാണ്. അഷ്ടവസുക്കൾ എന്ന് പറഞ്ഞാൽ ആകാശോദ്വായു വായോരഗ്നർ അഗ്നിറാപ്പ ആപാ പൃഥിവി എന്നാണ്. പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ, പിന്നെ അതാണ് ഭൂമിയായി, വായുവായി, ജലമായി, ഇവയെല്ലാം ഉണ്ട്. ഇതല്ലാതെ പിന്നുള്ളത് ആരാണ്? ധ്രുവനുണ്ട്. പിന്നെ ഇത് കൂടാതെ സോമൻ. അപ്പം പഞ്ചഭൂതങ്ങളും ധ്രുവനും സോമനും ചേർന്ന് 5 2 7. ഇതെല്ലാം ഉപരിയായിട്ട് പ്രഭാസൻ എന്ന് പറഞ്ഞ ഒന്ന്. എന്താണ് പ്രഭാസൻ? പ്രകാശം അല്ലെങ്കിൽ തേജസ്. ആ പ്രകാശം അല്ലെങ്കിൽ തേജസ്സാണ് പിന്നീട് ഗംഗയുടെ പുത്രനായ ശാപം കൊണ്ട് ആരായിട്ട്? ഭീഷ്മരായിട്ട് ഭൂമിയിൽ അവതരിച്ചത് എന്നാണ്. അപ്പൊ പ്രഭാസൻ. അപ്പൊ ഇങ്ങനെ ഇവയാണ് അഷ്ടവസുക്കള്. ആ വസുദേവ സുതം. അപ്പൊ എന്താണ് വസുദേവൻ എന്ന് പറഞ്ഞാൽ? വസുക്കളുടെ ദേവൻ. അപ്പൊ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ദേവന്മാർക്ക് മുഴുവൻ ദേവനായിരിക്കുന്ന, അതാണ് വസുദേവൻ. എന്താണ്? ഈശാന സർവഭൂതാനാം ഈശ്വര സർവദേവാനാം ഈശാന സർവഭൂതാനാം എന്നാണ്. അപ്പൊ സർവദേവങ്ങൾക്കും പ്രപഞ്ചത്തിലെ സകല ശക്തികൾക്കും ആധാരമായിരിക്കുന്ന എന്ന് പറയുമ്പോ എന്താണ്? സാക്ഷാൽ പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാലോ, നമ്മള് എങ്ങനെയാണ് അവതാരങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്? അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പുണ്യാവതാരം, പൂർണ്ണ പുണ്യാവതാരം. രാമൻ പുണ്യാവതാരമാണ്, പക്ഷെ ഭഗവാൻ രാമൻ എന്ന് നമ്മൾ പറയുന്നില്ല രാമരാമ ജപിക്കുമ്പോഴും. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് എന്താണ്? ആ
ബ്രഹ്മത്തിന്റെ പൂർണ്ണമായ അവതാരമാണ്. അപ്പൊ ഇവിടെ അച്ഛനും മകനും പരബ്രഹ്മം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ വസുദേവസുതം, ആ പരബ്രഹ്മത്തിന്റെ തന്നെ പുത്രനായിരിക്കുന്ന പരബ്രഹ്മം ഇല്ലേ? വസുദേവസുതം, സുതം എന്ന് പറഞ്ഞാൽ പുത്രൻ, വസു പറഞ്ഞല്ലോ ദേവൻ, അങ്ങനെ വസുദേവന്റെ പുത്രനായിരിക്കുന്ന കൃഷ്ണൻ. പിന്നീടോ കംസചാണൂരമർദ്ദനം, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കപടമാനുഷൻ, ഏത് ഭൂമിയില് ലീലകളാടുവാൻ വേണ്ടിയാണ് സാക്ഷാൽ ഭഗവൻ അവതാരമായിട്ട്, പൂർണ്ണ പുണ്യാവതാരമായിട്ട് അവതാരമെടുത്തിരിക്കുന്നത്. അങ്ങനെ എത്തിയപ്പോഴെന്തായി? അച്ഛനുണ്ടായി, അമ്മയുണ്ടായി. അമ്മയാരാണ്? ദേവകി. പരമമായ ഈ പ്രപഞ്ചമാണ് ദേവകിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ ദേവകിക്ക് പരമാനന്ദമായിട്ടും പിന്നെന്താണ്? കംസ ചാണൂരമർദ്ദനം, അമ്മാവനാണ് കംസൻ. ആ കഥകളൊക്കെ നമുക്കറിയാം. കംസനെ വധിച്ചു. ചാണൂരമർദ്ദനം, മുഷ്ടികാസുര ചാണൂര മല്ലയുദ്ധ വിശാരദ എന്ന ശ്രീകൃഷ്ണ അഷ്ടകത്തിലുണ്ട് ഇല്ലേ? മുഷ്ടികാസുരണം ചാണൂരണം കംസന്റെ സഭയിലെ മല്ലയുദ്ധ വിശാരദന്മാരായിരുന്നു. അങ്ങനെയുള്ള ആ മല്ലയുദ്ധ വിശാരദന്മാരിൽ പ്രഗത്ഭനായിരുന്ന ചാണൂരിനെയും നിഗ്രഹിച്ചു ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളതാണ്. അപ്പോൾ വസുദേവന്റെ പുത്രനായിരിക്കുന്ന, ദേവകിക്ക് പരമാനന്ദമായിരിക്കുന്ന, കംസനെയും ചാണൂരിനെയും മർദ്ദിച്ചിരിക്കുന്നതായിരിക്കുന്ന, ജഗത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണൻ, അങ്ങനെയുള്ള ആ ഭഗവാൻ കൃഷ്ണനെ വന്ദേ എന്നാണ്. അപ്പൊ വസുദേവന്റെ പുത്രനും കംസചാണൂരന്മാരെ വധിച്ചിരിക്കുന്നതുമായിരിക്കുന്നവനും ദേവകിക്ക് പരമാനന്ദം നൽകുന്നവനും ജഗദ്ഗുരുവുമായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇനി അടുത്തത് ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോത്പല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർമ്മേന വേലാകുല അശ്വത്ഥാമാവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോതീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. ശ്രദ്ധിച്ചോളൂ. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോത്പല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമാവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോതീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. ഒന്ന് ആലോചിച്ചു നോക്കൂ. കുത്തി ഒഴുകുന്ന ജലത്തിന് ശക്തമായ തടം വേണം അല്ലേ? അങ്ങനെ ഒരു തടമില്ലെങ്കിൽ ആ നദിയുടെ തടമെല്ലാം ഇടിയും. പതുക്കെ പതുക്കെ മണ്ണെല്ലാം നദിയിലേക്ക് ഇടിഞ്ഞു വീണ് നദി തന്നെ മൂടിപ്പോവും അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഭീഷ്മരും ദ്രോണരും ആചാര്യന്മാരാണ്. രണ്ടുപേരും വളരെ യുദ്ധനിപുണന്മാരാണ്. അവരെ തോൽപ്പിക്കുവാൻ ആർക്കും ഒക്കുകയില്ല. ഇവിടെ ജലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നദി, രണനദിയാണ്. ഏത്? മഹാഭാരതം എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു രണനദിയാണ്. വളരെ ശക്തമായ രണനദിയാണ്. എങ്ങനെയാണ് ആ ശക്തം? ഭീഷ്മദ്രോണതട, ഭീഷ്മരും ദ്രോണരും രണ്ട് തടങ്ങളിൽ നിൽക്കുകയാണ്. അപ്പൊ തടമിടിയുവാൻ സാധ്യതയില്ല. ഒരിക്കലും ആ യുദ്ധം വേറൊരാൾക്ക് ജയിക്കാൻ ഒക്കുകയില്ല എന്നുള്ളതാണ്. അത്ര ശക്തമായ തടങ്ങൾ ഉള്ളതാണ് ഭീഷ്മദ്രോണതട. പിന്നീടോ ജയദ്രഥജല, അതിശക്തനായിരിക്കുന്ന ജയദ്രഥൻ ജലമായിട്ട്. അപ്പം ശക്തമായ നദിയിൽ ശക്തമായ ജലപ്രവാഹമുണ്ട്. അപ്പൊ അത്യധികമായ ജലം, വളരെയധികം ജലവുമുള്ള അതായിട്ടാണ്. അപ്പൊ ഇവിടെ വളരെ കഴിവുള്ള ജയദ്രഥനെ ജലമായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. പിന്നീടോ ഗാന്ധാര നീലോത്പല, ഗാന്ധാര രാജാവ് നീലോത്പലമായിട്ട്. ഈ നീലോത്പലം എന്ന് പറയുന്നതിന്റെ അർത്ഥം, നീലോത്പലം എന്ന വാക്കിന്റെ അർത്ഥം, സംസ്കൃത പദത്തിനർത്ഥം നീല താമര എന്നുള്ളതാണ്. പക്ഷെ ആചാര്യന്മാര് ഇതിനോട് യോജിക്കുന്നില്ല. നീലോപല എന്നാണ് പറയുന്നത്. നീലോപലം എന്ന് പറഞ്ഞാൽ വലിയ ശക്തമായ പാറക്കെട്ടുകൾ, കറുത്ത പാറക്കെട്ടിനെയാണ് നീലോപലം.
അപ്പൊ സാഹചര്യം കൊണ്ട് ചിന്തിക്കുമ്പോൾ നീലോപലം ആകാനേ വഴിയുള്ളൂ. പക്ഷെ എല്ലാ സംസ്കൃത പുസ്തകങ്ങളിലും നീലോത്പല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആചാര്യന്മാര് കമന്റ് എഴുതിയിട്ടുണ്ട്, നീലോത്പലം എന്ന് പറയുമ്പോൾ ഒരു ശക്തമായ വെള്ളപ്രവാഹത്തിൽ താമര നിൽക്കുകയില്ല. രണ്ട്, അത്യധികം താഴ്ചയുള്ള വെള്ളത്തിലും താമര കാണുകയില്ല. മൂന്ന്, താമരയുടെ അടിയിലോട്ട് താഴെ ചെളിയാണ്, ഇല്ലേ, ഒരു സരസ്സിലെ താമര കാണുകയുള്ളൂ, ഒഴുക്കുവെള്ളത്തിൽ കാണുകയില്ല എന്നുള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള ശക്തമായ ഒഴുക്കുവെള്ളത്തിൽ ഭയാനകമായിട്ട് തോന്നുക എന്ന് പറയുന്ന ഒരു പാറക്കെട്ടിൽ അടിക്കുമ്പോഴാണ്. നമ്മൾ ഗംഗയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം അതിഭയാനകമായിട്ട് പല പാറക്കെട്ടുകളിലും അടിച്ച്, അതൊന്നും വേണ്ട, കേരളത്തിൽ തന്നെ ഇടുക്കിയിലോ ഒക്കെ പോയാൽ കാണാം, ഇല്ലേ. അപ്പോ അതിശക്തമായ പാറക്കെട്ടുകൾ. അപ്പൊ ഏതായാലും നമ്മൾ ചൊല്ലുമ്പോൾ നീലോത്പലം എന്ന് തന്നെ ചൊല്ലുക. ഭീഷ്മദ്രോണ തടാ ജയദ്രഥ ജല ഗാന്ധാര നീലോത്പല. പക്ഷെ നീലോപലം എന്നുള്ള അർത്ഥം അറിഞ്ഞിരിക്കുക. ശല്യഗ്രാഹവതി, ശല്യരാജാവ് ആരാണ്? ഗ്രാഹവതി. ഗ്രാഹവതി, ശല്യഗ്രാഹ മത്സ്യം എന്താണ്? ഷാർക്ക്. അപ്പം ഒരു ഷാർക്കായിട്ടാണ് ശല്യഗ്രാഹവതി. കൃപേണ വഹനി, കൃപൻ വഹനിയായിട്ട് എന്നുവെച്ചാൽ ആ വെള്ളത്തിന്റെ കറണ്ടായിട്ട്, കുത്തൊഴുക്കായിട്ടാണ് കൃപനെ ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. കർണേന വേലാകുല, കർണൻ എന്ന് പറയുന്ന മഹാരഥി, വേലാകുലൻ, വേലാകുലൻ എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് ശക്തമായ തിരയോട് കൂടിയത്, ശക്തമായ തിര അല്ലെങ്കിൽ വേലിയേറ്റം, വളരെ പെട്ടെന്ന് എത്ര വേഗത്തിൽ പോലും ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ചു പോകുവാൻ കഴിവുള്ളയാൾ. അപ്പൊ വളരെ ശക്തമായിട്ട് വെള്ളം പൊങ്ങി വരും എന്നുള്ളതാണ്. ആ വലിയൊരു തിരമാലയായിട്ടാണ് കർണേന വേലാകുല. അപ്പൊ എന്താണ്? ഭീഷ്മദ്രോണ തട, ഭീഷ്മരും ദ്രോണരും രണ്ട് ശക്തമായ തടങ്ങളായിട്ട്, ജയദ്രഥ ജല, വളരെ ആഴമുള്ള ജലം ആയിട്ട് ജയദ്രഥ രാജാവും, ഗാന്ധാര നീലോത്പല, ഗാന്ധാര രാജാവ് ശക്തമായ കറുത്ത പാറക്കെട്ടുകൾ പോലെ ഈ വെള്ളം വന്ന് അഞ്ഞടിക്കുന്നതായിട്ട് ആ നദിയിൽ നിൽക്കുന്നു. ശല്യഗ്രാഹവതി, ശല്യരാജാവ് ഷാർക്കായിട്ടാണ്. എന്ത് മുമ്പിൽ വന്നാൽ ജീവനുള്ള എന്ത് വസ്തുക്കളെയും അത് പിടിച്ച് ഭക്ഷിക്കും ഷാർക്ക്. ശല്യഗ്രാഹവതി കൃപേണ വഹനി, കൃപൻ വഹനിയായിട്ട്, എന്ത് ഈ നദിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ ശക്തമായ കുത്തൊഴുക്ക് അല്ലെങ്കിൽ കറണ്ടായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. പിന്നീടോ കർണേന വേലാകുല, കർണനാണെങ്കിൽ ശക്തമായ തിരമാലകൾ അല്ലെങ്കിൽ വേലിയേറ്റത്തെ പോലെ കർണനും എപ്പോൾ വേണമെങ്കിൽ വളരെ ശക്തമായിട്ട് ശത്രുക്കളുടെ മുകളിൽ അഞ്ഞടിച്ച് വിജയം കൈവരിക്കുവാൻ കഴിവുള്ള വേലാകുലനായിട്ടാണ് കർണനും. പിന്നീടോ അശ്വത്ഥാമാ വികർണ, മഹാരഥിയായിരിക്കുന്ന അശ്വത്ഥാവും വികർണനും അവരെ എന്തായിട്ടാണ്? ഘോരമകര, അതിഘോരമായിരിക്കുന്ന അതിഭയാനകമായിരിക്കുന്ന മകരമത്സ്യം. മകരമത്സ്യം എന്ന് പറയുന്നത് ക്രൊക്കഡൈൽ, മുതലയായിട്ടാണ്. അപ്പം അശ്വത്ഥാമാവും വികർണനും മുതലകളായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ മുതലകളുടെ വായിലോട്ട് എന്തെങ്കിലും വീണാൽ അതിനെ ബാക്കി കിട്ടുമോ? വെള്ളത്തിനടിയിലോട്ട് വലിച്ചു കൊണ്ടുപോകും, ഇല്ലേ? വെള്ളത്തിൽ അവർ ശക്തരാണ്. അപ്പോൾ ഒരു രണനദിയാണ് ഇവിടെ. അങ്ങനെയുള്ള രണനദിയിൽ അതിശക്തന്മാരാണ് അശ്വത്ഥാമാവും വികർണനും. ആർക്കും അവരെ തോൽപ്പിക്കാൻ ഒക്കുകയില്ല. പിന്നീടോ ദുര്യോധനാവർത്തിനി, ആവർത്തിനി എന്ന് പറഞ്ഞാൽ ചുഴി. ദുര്യോധനൻ വലിയൊരു ചുഴിയായിട്ടാണ്. നമ്മൾ ബർമുഡ ട്രയാങ്കിളിന്റെ കഥകളൊക്കെ, മിസ്റ്ററി കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെ? ആ ട്രയാങ്കിളിന്റെ അടുത്ത് പോയാൽ ആരും കിട്ടുകയില്ല. അപ്പൊ ഒരു ചുഴിയിലോട്ട് പെട്ട് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിനടിയിലോട്ട് വലിച്ചു കൊണ്ടുപോകും. അപ്പൊ ശത്രുവിന് യാതൊരു രക്ഷയുമില്ല. അപ്പൊ ദുര്യോധനനെയും ജയിക്കാൻ ഒക്കുകയില്ല. സോതീർണ ഖലു, സോതീർണ അങ്ങനെ തരണം ചെയ്തു. എങ്ങനെ? ഖലു, പൂർണ്ണമായിട്ട്, തീർച്ചയായിട്ടും ഉറപ്പിച്ചു. സോതീർണ എങ്ങനെ? പണ്ഡവൈരണ നദി കൈവർത്തക എന്ന് പറഞ്ഞാൽ കടത്തുക. എത്ര ഭംഗിയായിട്ടാണ് ആ വ്യാസൻ അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെ? ഭീഷ്മദ്രോണ തട ജയദ്രഥ ജല ഗാന്ധാര നീലോത്പല
ശല്യഗ്രാഹവതി കൃപേണ മഹനി കർണേന വേലാകുല അശ്വത്ഥാമാവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പണ്ഡവൈരണ നദി കൈവർത്തക കേശവ പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാത്ബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം. അപ്പോ പാരാശര്യവജസ്സരോജമമലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ പാരാശര്യവജസ്സരോജമമലം? പരാശര മഹർഷിയുടെ പുത്രനായിരിക്കുന്ന വ്യാസൻ എന്നുള്ളതാണ്. അപ്പൊ പരാശര മഹർഷിയുടെ പുത്രനായിരിക്കുന്ന വ്യാസൻ പാരാശര്യവജസ്സരോജമമലം. സരോജം എന്ന് പറഞ്ഞാൽ എന്താണ്? സരസ്. സരോജമമലം എങ്ങനത്തെ? വചസ്സരോജമമലം, വളരെ നിർമ്മലമായിരിക്കുന്ന വാക്കുകൾ കൊണ്ടുള്ള ആ സരസിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അപ്പൊ പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസന്റെ വാക്കുകളാകുന്ന നിർമ്മലമായിരിക്കുന്ന സരസിൽ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, വചസ്സരോജമമലം, പരാശര മഹർഷിയുടെ പുത്രനായിരിക്കുന്ന എന്നുള്ളതാണ്. അത് വ്യാസനാണ്. അപ്പൊ ആ വ്യാസന്റെ വചസ്സില് സരോജമമലം, വചസ് എന്നിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന സരസ് തടാകം അല്ലെ, അതിലുണ്ടായിരിക്കുന്ന എന്നർത്ഥം. എന്ത്? ഗീതാർത്ഥഗന്ധോത്കടം, ഗീതയുടെ പൊരുളാകുന്ന ഗന്ധോത്കടം, ആ പൊരുള് ആകുന്ന ഗന്ധം, ഗീതയുടെ ഗന്ധം പരത്തുന്നതുമായ നാനാഖ്യാനകേസരം ഹരികഥ സംബോധനാത്ബോധിതം. നാനാഖ്യാന, അനവധി ആഖ്യാനങ്ങൾ ഉണ്ടാകുന്ന കകേസരം. കകേസരം അല്ലികള്, ഓറഞ്ചിന്റെ ഒക്കെ അല്ലിയില്ലേ, അല്ലെങ്കിൽ ചെമ്പരത്തി പൂവിന്റെ അല്ലികൾ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ താമരപ്പൂവിന്റെ അല്ലികൾ എന്ന് പറയുന്നത് പോലെ നാനാഖ്യാന, അനവധി ആഖ്യാനങ്ങള്. ഈ ഗീതയ്ക്ക് അനവധി ആഖ്യാനങ്ങളുണ്ട്. നമ്മളത് ആദ്യത്തെ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അങ്ങനെയുള്ള ആ ഗീത എന്ത് വ്യാഖ്യാനം എടുത്താലും എന്താണ്? ഗന്ധോത്കടമാണ്. അത് വളരെ നന്മയുതകുന്നതാണ്, സുഗന്ധം പരത്തുന്നതാണ്. അപ്പൊ ഗന്ധോത്കടം, സുഗന്ധം പരത്തുന്നതും പല വിധത്തിലുള്ള നാനാഖ്യാന കകേസരം, പല വിധത്തിലുള്ള ആഖ്യാനങ്ങളുള്ളതുമായിരിക്കുന്ന അല്ലികളുള്ളതും. എന്നാലോ എങ്ങനെയുള്ള അല്ലികളാണ്? ഹരികഥാ സംബോധനാത്ബോധിതം. എന്താണ്? സാക്ഷാൽ ഭഗവൻ നാരായണന്റെ, ആ ശ്രീകൃഷ്ണന്റെ കഥകളെ സംബോധനാത്ബോധിതം, സംബോധനങ്ങൾ അത് ബോധിപ്പിച്ച് ഇങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. നല്ല വിടർന്നത് അമരപൂവായിട്ടാണ്. എങ്ങനെ വിടർന്നു അല്ലികളെല്ലാം വിടർന്നു നിൽക്കുന്നത് ഹരികഥകളാണ്. ഭഗവാന്റെ ഹരികഥകളെ വളരെ ഭംഗിയായിട്ട് നമുക്ക് വേണ്ടി ബോധിപ്പിച്ച് വിടർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടോ ലോകേ സജ്ജന ഷട്പദൈരഹരഹ, അഹരഹ എന്നാണ്. ഒന്നുകിൽ രഹരഹ എന്ന് അതിനകത്ത് വായിക്കും, പക്ഷെ അഹരഹ അത് ഓരോ ദിവസവും അർത്ഥം. അഹരഹ. ലോകേ സജ്ജന, ലോകേ ലോകത്തിൽ, സജ്ജനങ്ങളായിരിക്കുന്ന ഷട്പദൈ. ആരാണ് ഷട്പദം എന്ന് പറഞ്ഞാൽ? ആറുകാലുള്ളവര്. അതാരാണ്? തേനീച്ച. ഒരു പൂവിന്റെ അടുത്ത് തേനീച്ച പോയി അതിലെ തേൻ മാത്രമേ നുകരുന്നുള്ളൂ ഇല്ലേ എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ സജ്ജനങ്ങളായിരിക്കുന്ന ഷട്പദങ്ങള്. അപ്പൊ അതാരാണ്? മനുഷ്യര്, സജ്ജനങ്ങളായ മനുഷ്യര്.
തേനീച്ചകളെ പോലെയാണ് അവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഹരഹ. അപ്പോ ലോകേ സജ്ജന ഷഡ്പദൈരഹരഹ, എപ്പോഴും അഹരഹ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദിനം പ്രതി പേപീയമാനം മുദാ. മുദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി, സന്തോഷത്തോടുകൂടി പേപീയമാനം ആസ്വദിക്കപ്പെടുകയാണ്, കുടിക്കപ്പെടുകയാണ്. ഏത്? ആ ഹരികഥ. എന്തിന്റെ? ഗീതാർത്ഥഗന്ധോത്കടം. ആ ഗീതയുടെ സുഗന്ധം പരത്തുന്നതായ ആ ഹരിയുടെ കഥകള് ലോകത്തിലെ സജ്ജനങ്ങളായ ഷഡ്പദങ്ങള്, തേനീച്ചകള് ധാരാളം സന്തോഷത്തോടു കൂടി കുതിച്ചുകൊണ്ട് ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനാശ്രേയസേ. അവ ലോകത്തിലെ സജ്ജനങ്ങളായ തേനീച്ചകള്, വണ്ടുകള് ദിവസവും വന്ന് തേൻ കുടിക്കുന്നതും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂയാത് ഭാരത പങ്കജം. പങ്കജം എന്ന് പറയാൻ താമര. ഏത് പങ്കജമാണ്? ഭാരത പങ്കജം. ഭൂയാത് ഭാരത പങ്കജം, മഹാഭാരതമാകുന്ന താമരപ്പൂവ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനകത്ത് രണ്ട് രീതിയിലാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ രണനദി എന്ന് പറഞ്ഞു, കാരണം അവിടെ പറയേണ്ടത് അങ്ങനെയായിരുന്നു. ഇവിടെ ശ്രീകൃഷ്ണന്റെ കുറിച്ച് പുകഴ്ത്തുകയാണ്. അപ്പോൾ ഇത് അവിടെ താമരകളാണ്. താമരവിള് എന്താ ചെയ്തത്? ന ശ്രേയസേ കലിമല പ്രധ്വംസി ന ശ്രേയസേ. ന എന്ന് പറഞ്ഞാൽ നമ്മുടെ, അല്ലാണ്ട് ന്യായ എന്നല്ല, അവിടെ ന എന്നാണ് പറയേണ്ടത്. ന ശ്രേയസേ. എങ്ങനെ? കലിമല. ഈ കലികാലത്തില് കലി കൊണ്ടുണ്ടാകുന്ന ആ ദോഷങ്ങള്, മലങ്ങള്, കലിമലം, കലിയെ കൊണ്ടുണ്ടാകുന്ന കലിയുഗം, കലിയുഗത്തിലെ മലിനത അല്ലെങ്കിൽ പാപങ്ങള് പ്രധ്വംസി, പ്രധ്വംസി നശിക്കട്ടെ. ന ശ്രേയസേ, നശിച്ചിട്ട് നമ്മുടെ ശ്രേയസനായിട്ട് പരമമംഗളത്തിനായി തീരട്ടെ എന്നുള്ളതാണ്. അപ്പോ പരാശര മഹർഷിയുടെ പുത്രനായിരിക്കുന്ന സാക്ഷാൽ വ്യാസന്റെ വാക്കുകളാകുന്ന നിർമ്മലായ ഈ സരസ്സിൽ ഉണ്ടായിരിക്കുന്നതും ഗീതയുടെ പൊരുളാകുന്ന സുഗന്ധം പരത്തുന്നതുമായ അല്ലികളെ കൊണ്ടും പല വിധത്തിലുള്ള ആഖ്യാനങ്ങളെ കൊണ്ടും വിടർന്നു നിൽക്കുന്നതുമായിരിക്കുന്ന, എങ്ങനെ ശ്രീകൃഷ്ണന്റെ കഥകളെ നന്നായി ബോധിപ്പിച്ചുകൊണ്ട് വിടർന്നു നിൽക്കുന്നതുമായിരിക്കുന്ന ഈ ഭാരത പങ്കജത്തില് ലോകത്തിലെ സജ്ജനങ്ങള് ദിവസവും വന്ന് തേൻ കുടിക്കുന്നു. ഇത് തേൻ കുടിക്കുകയല്ല, തേൻ കുടിച്ചുകൊണ്ട് കലിമല പ്രധ്വംസിനശ്രേയസി, നമ്മുടെ കലികാലത്തിലെ നമ്മളുടെ പാപങ്ങളെ, നമ്മുടെ മലിനതയെല്ലാം നശിപ്പിച്ചിട്ട് ശ്രേയസ് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാദ്ബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ, ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേവീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. ഒന്നുകൂടെ ചൊല്ലാം. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാം സംബോധനാത്ബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേവീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. നോക്കൂ, മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മൂകം കരോതി വാചാലം. കൃപ ആരുടെ കൃപയാലാണോ എന്നർത്ഥം. യത് കൃപ ആരുടെ കൃപയാലാണോ എന്ത്? മൂകം. മൂകം എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാൻ വയ്യാത്ത ആള്, മൂകൻ അല്ലേ? അയാള് കരോതി വാചാലം കരോതി,
വാചാലം കരോതി എന്ന് പറഞ്ഞാൽ കരോതി ആയിത്തീരുന്നു, അല്ലെങ്കിൽ ആകുന്നു. എങ്ങനെ? വാചാലനാകുന്നു, വാഗ്മിയാകുന്നു. അപ്പൊ ആരുടെ കൃപയാലാണോ മൂകനായിരിക്കുന്ന ഒരു വ്യക്തി പരമവിദ്വാനായി മാറുന്നത്, വാഗ്മിയാകുന്നത്, വാചാലനാകുന്നത്? പാങ്കും ലംഘയതേ ഗിരിം യത്കൃപ, ആരുടെ കൃപയാലാണോ മുടന്തൻ, ഒരു മുടന്തി, നമ്മൾ ശബരിമലയിലൊക്കെ കയറുന്ന കണ്ടിട്ടില്ലേ, എഴഞ്ഞ് മുകളിൽ കയറുന്ന ഭഗവാനെ ആ ഭക്തിയോടുകൂടി. അപ്പോ അത് അവിടെയും ഒരു പാട്ട് പാടി ഒരു കുട്ടിക്ക് ശബ്ദം കിട്ടിയ കഥയും നമ്മൾ അറിയാം അല്ലേ? അപ്പോ പങ്കും ലംഘയതേ ഗിരിം, പങ്കും എന്ന് പറഞ്ഞാൽ ക്രിപ്പിൾ, മുടന്തൻ. ലംഘയതേ ഗിരിം, ഗിരിം എന്ന് പറഞ്ഞാല്, ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം. ഈ ഗിരിം പർവ്വതത്തിനെ ലംഘയതേ ലംഘിച്ചു, നടന്നു കയറി. അല്ലെങ്കിൽ അപ്പൊ ആരുടെ കൃപയാലാണോ ഒരു മുടന്തൻ പർവ്വതം നടന്നു കയറുന്നത്, ആരുടെ കൃപയാലാണോ ഒരു മൂകനായിരിക്കുന്ന വ്യക്തി വാഗ്മിയായി തീരുന്നത്? വന്ദേ പരമാനന്ദ മാധവം, അങ്ങനെയുള്ള ആ മാധവനെ, പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാനന്ദ മാധവം, ആ പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ മാധവനെ വന്ദേ, ഞാൻ നമിക്കുന്നു എന്നർത്ഥം. അപ്പൊ ആരുടെ കൃപയാലാണോ മൂകൻ വാഗ്മിയായി തീരുന്നത്, വാചാലനായി തീരുന്നത്, ആരുടെ കൃപയാലാണോ ഒരു മുടന്തൻ മല നടന്നു കയറുന്നത്, അങ്ങനെ പരമാനന്ദമായിരിക്കുന്ന ആ പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന പരബ്രഹ്മമായിരിക്കുന്ന സാക്ഷാൽ മാധവനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സംഘപദക്രമോപനിഷദൈ യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഖ്യപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാം ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തേന വിദു സുരാസുരഗണ ദേവായ തസ്മൈ നമഃ. യം ബ്രഹ്മ, ബ്രഹ്മാവൻ, ബ്രഹ്മാവ് ആരാണ്? സൃഷ്ടികർത്താവാണ് അല്ലെ? സർഗം വിസർഗത്തെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. സർഗം അപ്പം ബ്രഹ്മാവ്, സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ്. വരുണൻ, ഭൂമി മുഴുവൻ 71% ജലമാണ്. ആ ജലത്തിന്റെ അധിപനായിരിക്കുന്ന നമ്മൾ വരുന്ന മരുത്തുക്കളിൽ ഒരാളാണ് ആ വരുണൻ. രുദ്രൻ സാക്ഷാൽ പരമശിവൻ. ഏകാദശ രുദ്രന്മാരുണ്ട്, ആ രുദ്രനോട് ഞാൻ കടക്കുന്നില്ല. പിന്നെ മരുത്ത്, കാറ്റ്. അപ്പോ പ്രപഞ്ചത്തിന്റെ ദേവതകളായിരിക്കുന്ന ബ്രഹ്മാവ്, യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത. യം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആരെയാണോ എന്നർത്ഥം. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ. സ്തുന്വന്തി എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നു. എങ്ങനെ? ദിവ്യങ്ങളായ സ്തവം. സ്തവം എന്ന് പറഞ്ഞാൽ എന്താണ്? കീർത്തനങ്ങൾ, സ്തോത്രങ്ങളെ കൊണ്ട്, ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുന്വന്തി സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോ പ്രപഞ്ചദേവതകളായിരിക്കുന്ന ബ്രഹ്മാവ്, രുദ്രൻ, വരുണൻ, മരുത്ത്, കാറ്റ്, വായു, ഇവയെല്ലാം തന്നെ ദിവ്യൈസ്തവൈ സ്തുന്വന്തി, ദിവ്യങ്ങളായിരിക്കുന്ന സ്തോത്രങ്ങളെ കൊണ്ട് ആരെയാണോ സ്തുന്വന്തി സ്തുതിക്കുന്നത്. വേദൈ സംഘപദക്രമോപനിഷദോ ഗായന്തി യം സാമഗാ. വേദൈ സംഘപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. വേദങ്ങളെ കൊണ്ട്, വേദോപനിഷത്തുക്കളുടെ
എങ്ങനെയാണ്? സംഖ്യം എന്ന് പറഞ്ഞാൽ വേദമാണ്. വേദൈ സംഖ്യ പദക്രമോപ നിഷദൈ ഉപനിഷദൈ. അപ്പൊ വേദങ്ങളെ കൊണ്ടും ഉപനിഷത്തുകളെ കൊണ്ടും അവരുടെയുള്ള പദക്രമം എന്നുള്ളതാണ്. പദക്രമ പാഠങ്ങളെ കൊണ്ടാണ്. ഗായന്തിയം സാമഗ, പാടുന്നത് ഗായന്തി ആരെ കുറിച്ചാണോ? പദക്രമങ്ങളാൽ എങ്ങനെയുള്ള സമഗാനം ചെയ്യുന്നത്. സമഗാനം എന്ന് പറയാൻ കാരണം വേദം ഋക്ക്, യജുസ്, സാമം, അഥർവം ഇങ്ങനെ 4ആയിട്ട് പകുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും സുന്ദരമായിരിക്കുന്നത് വേദാനാം സമവേദസ്യ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, സമഗാനം ആനന്ദദായകമാണ്. നമ്മൾ ഈ കാണുന്ന പാട്ടുകള് സരിഗമ ഇതെല്ലാം സമഗാനത്തിൽ നിന്ന് വന്നവയാണ്. അപ്പൊ സമഗാനം ആനന്ദദായകമാണ്. അപ്പൊ പരമാനന്ദദായകനായിരിക്കുന്ന ഭഗവാൻ, അതുകൊണ്ട് അദ്ദേഹത്തെ സമഗാനം കൊണ്ട് ആരാണോ വേദോപനിഷത്തുക്കളുടെ പദക്രമങ്ങളാൽ പാടുന്നത് എന്നുള്ളതാണ്. പിന്നീടോ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ, ധ്യാനാവസ്ഥ, ധ്യാനത്തിന്റെ അവസ്ഥയില് ഗതമനസ്കരായിരിക്കുന്ന എന്ന് വെച്ചാൽ ആ ധ്യാനത്തിന്റെ അവസ്ഥയില്, ധ്യാനാവസ്ഥയിൽ മുഴുകിയിരിക്കുന്നവരായിരിക്കുന്ന ആൾക്കാര്, ഭക്തര് അല്ലെങ്കിൽ യോഗികള്. അതാണ് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ. പശ്യന്തി നിങ്ങൾ കാണുന്നു, യോഗിനോ യോഗികള്. അപ്പൊ യോഗികള് ധ്യാനാവസ്ഥയില് ആരെയാണോ തന്റെ ഹൃദയത്തിൽ കാണുന്നത് അല്ലെങ്കിൽ ആരെയാണോ ദർശിക്കപ്പെടുന്നത്. നമ്മൾ ധ്രുവന്റെ കഥ അറിയാം. ഓം നമോ ഭഗവതേ വാസുദേവ എന്ന് ജപിച്ചോളാൻ പറഞ്ഞു നാരദര്, ഇല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവ എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ജപിച്ചുകൊണ്ട് സാക്ഷാൽ വാസുദേവൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന് കണ്ണു തുറക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? വാസുദേവൻ മനസ്സിൽ, ചിത്തിൽ പ്രകാശിച്ചു നിൽക്കുകയാണ്. അപ്പൊ ചിത്തിലുള്ള ആ വാസുദേവനെ വെളിയിലേക്ക് സാക്ഷാൽ വാസുദേവൻ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ എന്നാണ്. ഹൃദയത്തിൽ തന്നെയാണ് ഭഗവാൻ ഊർധ്വരൂപനായിട്ട് മുകളിലോട്ട് ആ ഹൃദയത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ്? ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ. ധ്യാനാവസ്ഥയില് യോഗികള് ആരെയാണോ ദർശിക്കുന്നത്. പിന്നീടോ യസ്യാന്തം ന വിദു. യസ്യാന്തം, അന്തം എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും, അല്ലേ? ആരുടെ ആ മഹത്വമാണോ, ആരുടെ ആദ്യാന്തമാണോ ന വിദു. ന വിദു എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത്. ആർക്കറിയാത്തത്? സുരാസുരഗണ, സുരന്മാർക്കും അസുരന്മാർക്കും. അപ്പൊ ദേവന്മാർക്കും അസുരന്മാർക്കും അറിയാത്തത് എന്നുള്ളതാണ്. എന്തിന്റെ? ജനനമരണത്തെ, ഈ നശ്വരമായ ഒന്ന്, ഒരിക്കലും നശിക്കാത്തതായ സനാതനമായിരിക്കുന്ന, ആദ്യവും അന്ത്യവും ഇല്ലാത്തതായിരിക്കുന്ന ആ സാക്ഷാൽ ഭഗവാൻ, ആ ദേവനെ ദേവായ തസ്മൈ നമ. അങ്ങനെ ദേവനെ തസ്മൈ നമ, ഞാൻ നമിക്കുന്നു എന്നാണ്. അപ്പൊ എന്താണ് ആ ശ്ലോകം പറയുന്നത്? ഒന്നുകൂടെ നോക്കാം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദേവ്യൈസ്തവൈ വേദൈ സംഘപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തേന വിദു സുരാസുരഗണ ദേവായ തസ്മൈ നമാം. അപ്പൊ എം ബ്രഹ്മ, യാതൊരു ദേവനെയാണോ ബ്രഹ്മാവ്, വരുണൻ, രുദ്രൻ, വായു എന്നിവര് ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നത്, സമഗാനം ചെയ്യുന്നത് ആരെ കുറിച്ചാണ്? വേദോപനിഷത്തുകളുടെ പാഠക്രമങ്ങളാൽ, വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ആ പദക്രമ പാഠങ്ങളാൽ എന്നർത്ഥം. പദക്രമ പാഠങ്ങളാല് പാടുന്നത് ധ്യാനാവസ്ഥയില് യോഗികള് ആരെയാണോ ദർശിക്കുന്നത്, ആരുടെ മഹത്വമാണോ ദേവന്മാർക്കും അസുരന്മാർക്കും അറിയാത്തത്, ആ ദേവനെ ഞാൻ സ്മരിക്കുന്നു, ആ പരബ്രഹ്മമായിരിക്കുന്ന ശ്രേഷ്ഠ ഭഗവാനെ ഞാൻ നമിക്കുന്നു
അപ്പൊ ഇങ്ങനെയുള്ള 9 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത പഠിതാക്കള് എല്ലാ ദിവസവും ഭഗവത്ഗീത പഠിക്കുമ്പോൾ ചൊല്ലേണ്ടത്. അപ്പൊ ഇന്ന് പഠിച്ച ഈ 5 ശ്ലോകം ഒന്ന് ഞാൻ ചൊല്ലാം, അത് കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരായിട്ട് പറ്റുന്നവരെല്ലാം തന്നെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഗീതാ ക്ലാസ് ഇവിടെ തീരാം. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് മുതൽ 1-ാമത്തെ ശ്ലോകം എടുത്തു തുടങ്ങാം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോത്പല ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമാവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോതീർണ ഖലു പണ്ഡവൈരണനദി കൈവർത്തക കേശവ പാരാശര്യവജ്രസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാം സംബോധനത്തോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേവീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ പ്രധ്വംസിനശ്രേയസേ നാന്ന് തന്നെ വരണം. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സംഘപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാം പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരഗണാ ദേവ്യായ തസ്മൈ നമഃ യസ്യാന്തം ന വിദു സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. അപ്പോൾ ഇങ്ങനെയാണ് ഭഗവത്ഗീതയിലെ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ആദ്യം നമ്മൾ എല്ലാ ക്ലാസ് തുടങ്ങുമ്പോഴും പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രാർത്ഥനകൾ ഓരോരുത്തരായിട്ട് ചൊല്ലിക്കൊള്ളുക. 9 ശ്ലോകങ്ങളുണ്ട്. ചൊല്ലാവുന്നവരൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ 1-ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങുന്നതാണ്. നമുക്ക് അരമണിക്കൂർ മുതൽ 40 മിനിറ്റ് വരെ പറഞ്ഞിട്ടുള്ളൂ. അത് കൂടുതൽ എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെയും സമയത്തിനെ നമ്മൾ മാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പഠിച്ച 5 ശ്ലോകങ്ങൾ ചൊല്ലാവുന്നവര് ഓരോരുത്തരായിട്ട് ചൊല്ലുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് ചൊല്ലുകയോ ചെയ്താൽ വളരെ ഉപകാരം. ജയശങ്കര ചൊല്ലട്ടെ സാറേ. സാർ എന്തോ പറയുന്നത് എന്താണ്? ഞാൻ ഇപ്പൊ സാറ് ഒരാള് ആരോ പറഞ്ഞല്ലോ, ഏതോ ആ ചേച്ചി പറഞ്ഞു. അടുത്തത് 2ാമത് സാർ ചൊല്ലിക്കൊണ്ടേ. ആരായിരുന്നു? ലതിക ചേച്ചി ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണ സാറ്. അത് കഴിഞ്ഞ അടുത്ത ആരാണ്? ആയിക്കോട്ടെ, ഉഷോപ്പോള്. എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ വേദിയാണ്. ഇതേപോലെ എന്തെങ്കിലും ഞാൻ ഇത് പറഞ്ഞു, നമ്മൾ ക്ലാസ് ഇതൊരു സത്സംഗമാണ്. സത്സംഗാൽ ജായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോഹശ്നുതേ എന്നാണ്. അപ്പൊ നാനാഖ്യാന കകേസരം എന്ന് പറഞ്ഞ അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ പലരും അനവധി വ്യാഖ്യാനങ്ങൾ പഠിച്ചിട്ടുമുണ്ടാകാം, പലവിധ അർത്ഥങ്ങളും ഉണ്ടാകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനും ധരിക്കാം, നമ്മുടെ കൂട്ടത്തിൽ മറ്റുള്ളവർക്കും ധരിക്കാം. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അന്ന് പറഞ്ഞതുപോലെ വിജ്ഞാനം ധാരാളം ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെ നമ്മൾ കുറ്റം പറയാൻ കാണാം, കുറ്റമല്ല വിമർശിക്കാൻ കാണാം. ഇല്ലാത്തവർക്ക് ഒരു തെറ്റില്ലാതെ പഠിക്കാൻ പറ്റട്ടെ. വിജ്ഞന്മാർക്ക് യോജിക്കാൻ വകയുണ്ടാകുമെങ്കിലും വിദ്യാർത്ഥിക്ക് പിഴച്ചിടാൻ ഇടയാവാതിരിക്കണേ എന്നൊരു പ്രാർത്ഥനയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ജയശങ്കര ചൊല്ലിക്കോട്ടെ.
वसुते सुतं देवं कौसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। भीष्मद्रोणतडा जयद्रथजा गान्धारनिलोला शल्यग्राहवती कर्णेन वेदाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैर्नदी कैवर्तक केशव पाराशर्यवजस्सरोजममलं गीतार्थन्दोत्कटं नानाख्यानगकेसरं हरिकथा सम्बोधना बोधितं लोके सज्जनषट्पदैरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमल प्रध्वंसिन श्रेयसे मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दमानन्दमाधव यं ब्रह्मा वरुणेन्द्ररुद्रमरुद सुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगा ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुत्स्वासुरगणा देवाय तस्मै नमः यस्यान्तं न विदुःसुरासुरगणा देवाय तस्मै नमः. जय ശങ്കര. ജയശങ്കര. ഉണ്ണികൃഷ്ണൻ സാറ് ചൊല്ലിക്കൊണ്ടേ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോൽപല ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുല. അശ്വത്ഥാമാവികർണഘോരമകര ദുര്യോധനാവർത്തിനി ചോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം
നാനാഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ ഷഡ്ജന സത്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഘപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന വചസാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ജയശങ്കര ജയശങ്കര. നമ്മൾ ഈ ആദ്യത്തെ ശ്ലോകം ചൊല്ലുമ്പോഴേ ഓം പാർത്ഥായ പ്രതിബോധിതാം എന്നുള്ളത് കറക്റ്റാണ്, പ്രതിബോധിതാം. മറ്റേത് ഭഗവതാം എന്നില്ല, ഭഗവത ആണ്, ഭഗവതയാണ്. ഭഗവത, ഭഗയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് ഭഗ എന്ന്. ഭഗവത നാരായണേന സ്വയം. പിന്നീട് വ്യാസേന ഗ്രഥിതാം, അതിനകത്ത് എഴുതി ചേർത്തു ഗ്രഥിതാം. പുരാണമുനിന എന്നേ ഉള്ളൂ, മുനിനാം ഇല്ല. കാരണം മുനിനാം ആയപ്പോ മുനികളായി. പുരാണമുനിയായിരിക്കുന്ന മുനിന, അപ്പൊ പുരാണമുനിന എന്നാണ്. അപ്പൊ ഗ്രഥിതാം എന്നവിടെ വന്നു, ഭഗവത എന്ന് വന്നു, പ്രതിബോധിതാം എന്ന് വന്നു. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. അത്രേ ഉള്ളൂ. വളരെ നന്നായി സർ, ജയശങ്കര. അടുത്ത ആള് ഉഷപ്പോൾ അല്ലേ, ചൊല്ലിക്കോളൂ. നമസ്തേ, ജയശങ്കര. ഓം ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാ ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതി അഷ്ടാദശാധ്യായിനി അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഉല്ലാരവിന്ദായ തവത്ര നേത്രേ യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധോ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹിനി കർണേന വേലാകുല അശ്വത്ഥാമാവികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ പാരാശല്യവചസ്വരോജമമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധിതാബോധി നാനാഖ്യാനകേസരം ഹരികഥാ സംബോധന ഒന്ന് പറഞ്ഞുതരാമോ? പെട്ടെന്ന് സംബോധനാത്ബോധിതം. സംബോധനാത്ബോധിതം ലോകേ സജ്ജന ലോകേ സജ്ജനേ പദൈരഹരഹ പേവീയമാനം മുദാ ഭൂയാൽ ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം
യൽകൃപാതമഹം വന്ദേ പരമാനന്ദം മാധവം. യദ്ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത തുന്യന്തിരീതവൈ വേദൈതപദക്രമോപനിഷദൈ ഗായന്തിയം സാമഗാ ധ്യാനാവസ്ഥിതതൽഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ജയശങ്കര. സർവോപനിഷദോ ഗാവോ ദോഗ്ധ എന്നാണ്, ദോ എന്നില്ല, ദോഗ്ധ ഓ ഗോപാലനന്ദന ദോഗ്ധ ക്ഷീർഭോക്ത. അതെ. അപ്പൊ കറവക്കാരനായിട്ടാണ് സർവ്വ ഉപനിഷത്തുകളും പശുക്കളായിട്ടും ഇദ്ദേഹം കറവക്കാരനുമായിട്ട് ഗോപാലനന്ദനൻ സാക്ഷാൽ പശുക്കളെയും മേയ്ക്കുന്നയാളാണ് ഗോപാലൻ, അദ്ദേഹത്തിന്റെ മകനായിട്ട് ഉള്ള കൃഷ്ണൻ. ജയശങ്കര. ഇനി ആരെങ്കിലും ചൊല്ലാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണ്ടേ ആ കണ്ടിന്യൂറ്റി ഒക്കെ പോയി. കുഴപ്പമില്ല, അപ്പോൾ ഭംഗിയായി. ആരെങ്കിലും ചൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ചൊല്ലാം, അതല്ലെങ്കിൽ സരസ്വതി ഓപ്പോള്, കവിത ചേച്ചി, നിങ്ങൾ രണ്ടുപേരും കൂടെ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ജയശങ്കര. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോൽപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാം. അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സ്തോത്തീർണ ഖലു പാണ്ഡവൈരണ നദീ കൈവർത്തക കേശവാ. പാരാശര്യവജ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷ്ടപദൈരഹരഃ പേബീയമാനം മുദാ. ഭൂയാത് ഭാരതപങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതാ തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദ ക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിന യസ്യാന്തം ന വിദു സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ജയ ശ്രീരാം. ജയ ശങ്കര. ജയശങ്കര. കവിത ചേച്ചി. ചെല്ലട്ടെ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണ നദീ കൈവർത്തക കേശവാ. പാരാശര്യവജ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം
നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത തുന്നന്തി ദിവ്യസ്തവേ വേദൈ സാംഗപദേ ക്രമോപനിഷദൈ ഗായന്തിയം സാമഗാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുരഗണാ ദേവായ തസ്മൈ നമഃ. ജയശങ്കര. വളരെ മനോഹരമായി കവിത ചേച്ചി. എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അത് ചൊല്ലി. അപ്പൊ ഇത് മധുസൂദന സരസ്വതികളാണ് ഈ 9 വരികളും ഈ 9 ശ്ലോകങ്ങളും എഴുതിയിരിക്കുന്നത്. നമ്മളെ പോലെയുള്ള മന്ദബുദ്ധികൾക്ക് ഗീത പഠിക്കുന്നതിന്റെ ആദ്യ ഭാഗമായിട്ട് ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഈ ഗീതയുടെ പ്രാർത്ഥനാ ശ്ലോകങ്ങളും ഗീതയും തന്നെ അർത്ഥമറിഞ്ഞ് ചൊല്ലുക. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നതിന്റെ അർത്ഥമറിഞ്ഞു, ഇതിൽ പലർക്കും എല്ലാം അറിയാം, എന്നാലും നമ്മൾ അർത്ഥമറിയുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉന്നയിക്കുക എന്നുള്ളതാണ്. വാക്കുകളും വാച്യാർത്ഥങ്ങളും വ്യംഗ്യാർത്ഥങ്ങളും സാഹചര്യങ്ങളും എല്ലാം അർത്ഥമറിഞ്ഞുകൊണ്ടാണ് നാം പഠിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഇൻക്വിസിറ്റീവ് ആകും, കാരണം നമ്മൾ ഗീതയിലോട്ട് കടക്കുകയാണ്. അപ്പോ എല്ലാവരും തന്നെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എന്നും വരുന്നവർ തന്നെ എല്ലാ ശ്ലോകവും അർത്ഥമറിഞ്ഞ് ചൊല്ലി പഠിക്കുക കേട്ടോ. കാരണം ഗീതാശാസ്ത്രത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു 18 ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് അർത്ഥം പറയുകയുണ്ടായി. എന്താണ് ഇതിന്റെ മാഹാത്മ്യം, ഗീതയുടെ മാഹാത്മ്യത്തെ കുറിച്ച്. അപ്പൊ ഒരൊറ്റ മാഹാത്മ്യം എന്നാൽ പോലും പറയാൻ, ഗീതാശാസ്ത്രം ഇതം പുണ്യം യത് പഠേത് പ്രേതപുമാൻ വിഷ്ണോ പദമവാപ്നോതി ഭയ ശോകാതിവർജിത എന്നാണ്. എന്ത് വേണം? സാക്ഷാൽ മോക്ഷം എന്ന് പറഞ്ഞ വിഷ്ണു പദത്തിലാണ്. ആ വിഷ്ണു പദത്തിൽ ഉണ്ടാകാൻ അർത്ഥമറി ഗീതാശാസ്ത്രം പ്രയത്നിച്ചാൽ മതി, പഠിച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുമ്പോൾ ചൊല്ലുവാൻ പറ്റണം എന്നാണ്. യെസ്, ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഗീതയുടെ മാഹാത്മ്യ ശ്ലോകങ്ങൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ റെക്കോർഡിൽ ചെയ്തിരുന്നു. ഇവിടെയും ഞാനത് എഴുതി അയക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും അർത്ഥം മനസ്സിലാകുന്നു എന്നുള്ള പ്രാർത്ഥനയിലാണ് കേട്ടോ. ആവുന്നില്ലെങ്കിൽ പറയണം, തെറ്റുകൾ തിരുത്തണം. അപ്പോ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയശങ്കര. പറഞ്ഞോളൂ സുരേഷ് ഏട്ടാ. എന്തായാലും തീർച്ചയായിട്ടും ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങുന്ന സമയത്ത് 10 പേരെ ഇന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നമുക്ക് 20 പേരോളം തന്നെ ഈ ക്ലാസ്സിൽ ഇത് കേട്ട് ശ്രവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. ഇത്തരം ക്ലാസ്സുകൾ തന്നെയാണ് നമ്മുടെ ഈ എന്താ പറയുക, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിനെ നിലനിർത്തുന്നത് തന്നെ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും ആശംസകളും മാത്രം. ജയശങ്കര. 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 ജയശങ്കര.